മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്ത് സാധാരണ മനുഷ്യജീവന് ഈയാമ്പാറ്റകളുടെ വില പോലുമില്ല. പാവപ്പെട്ട മനുഷ്യൻ പുഴുക്കളെ പോലെ ചത്തു വീണാലും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. എത്ര വലിയ ട്രാജഡികൾ സംഭവിച്ചാലും ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല, റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ആധുനിക ലോകത്ത് ജനങ്ങളെ കൃത്യമായി വിവരം അറിയിക്കുക എന്നുള്ളതാണ് സംസ്കാരമുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള മാർഗങ്ങൾ ആരായും. അത് സംസ്കാരമുള്ള രാജ്യങ്ങളിൽ. പക്ഷേ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ നാട്ടിൽ സംസ്കാരം എന്നത് പാപമാണ്. വിവരവും വിവേകവും അറിവും ഉള്ളവർ രാജ്യദ്രോഹിയാണ്. ജനങ്ങളെ നശിപ്പിക്കുന്ന, രാജ്യത്തെ കട്ടുമുടിക്കുന്നവർ രാജ്യസ്നേഹിയും. ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ കുറഞ്ഞത് 18 പേർക്കാണ് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം? എന്നാണ് ഇതിനൊരു പരിഹാരമുണ്ടാവുക? വലിയ തിക്കിലും തിരക്കിലും പെട്ട് വളരെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും വളരെയേറെ ആളുകൾക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ അത് എങ്ങനെയും മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. അതിന് അവർക്ക് സഹായകമായി മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന അവരുടെ കൂലി എഴുത്തുകാരുമുണ്ട്. ഇവിടെ ANI എന്ന മാധ്യമം ആദ്യമേ പുറത്തുവിട്ടത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും പോലെയുള്ള സാഹചര്യം ഉണ്ടായി എന്നാണ്. എന്താണ് ഈ സ്റ്റാമ്പീഡ് ലൈക്ക് തിക്കും തിരക്കും പോലെയുള്ള സിറ്റുവേഷൻ? പിന്നീട് ഇതേ മാധ്യമം തന്നെ അത് തിരുത്തി പറഞ്ഞു. തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല, അത് വെറും കിംവദന്തി മാത്രമാണ് എന്ന്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം ട്വീറ്റ് ചെയ്തത് ആൾനാശവും പരിക്കും സംഭവിച്ച ദൗർഭാഗ്യപൂർവമായ ഒരു ദുരന്ത സംഭവം തിക്കിലും തിരക്കിലും പെട്ട ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായി. ഈ ദുരന്തത്തിൽ യാതന അനുഭവിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു എന്നാണ്. എന്നാൽ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ട്വീറ്റ് എഡിറ്റ് ചെയ്ത് ആൾനാശം ഉണ്ടായത് എന്ന ഭാഗം മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ചെയ്തതാണ് ഇത്: ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ദൗർഭാഗ്യപൂർവമായ ഒരു സംഭവം ഉണ്ടായി എന്ന്. മനഃപൂർവ്വം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതും പരിക്ക് പറ്റി എന്നുള്ളതും മറച്ചുവെച്ച് ദൗർഭാഗ്യപൂർവമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുക. ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്യുമോ? വിവേകമുള്ള ആളുകളുള്ള ഏതെങ്കിലും രാജ്യത്ത് ഇത്തരം ആളുകളെ അവർ ഭരണത്തിൽ വെച്ചു പൊറുപ്പിക്കുമോ? BJP IT സെല്ലിന്റെ മേധാവിയായ ഫേക്ക് ന്യൂസ് മാത്രം പ്രചരിപ്പിക്കുന്ന അമിത് മാളവിയ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് കാണിക്കാൻ വേണ്ടി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു തിക്കും തിരക്കും ഇല്ലാതെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഒരു ചിത്രം ട്വീറ്റ് ചെയ്തതാണ് ഇത്. ANI എന്ന ഫേക്ക് മീഡിയയുടെ 3 വ്യത്യസ്ത തരത്തിലുള്ള ട്വീറ്റുകൾ കണ്ടോ? ആദ്യത്തേതിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല, അത് കിംവദന്തി മാത്രമാണ് എന്നാണ്. പിന്നീട് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു അപ്ഡേറ്റ് കിട്ടിയതിൽ അറിയാൻ കഴിഞ്ഞത് തിക്കും തിരക്കും പോലെയുള്ള ഒരു സിറ്റുവേഷൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുകയും 15 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്നാണ്. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ട്വീറ്റ് ചെയ്തു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വലിയ ഒരു ആൾക്കൂട്ടം കണ്ടതായി ആളുകൾ പറഞ്ഞു. റെയിൽവേ മിനിസ്ട്രി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം നിയന്ത്രണത്തിലാണ്, പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന്. എന്തൊരു കഷ്ടമാണ് എന്ന് ഓർക്കണം. വളരെയേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യം ഇതിനെ നിഷേധിച്ച അവർ പിന്നെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അവരല്ല, അവരുടെ കഴിവുകേടല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇതേ ANI തന്നെ പിന്നീട് പറഞ്ഞത് 3 കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. കേന്ദ്ര റീൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു റീൽ ഉണ്ടാക്കിയിടുന്നതിനു പകരം ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: അയാൾക്ക് ഈ ദൗർഭാഗ്യകരമായ തിക്കും തിരക്കും ഉണ്ടായതിൽ വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി അയാളുടെ ടീം മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ എന്താണ് നോൺ ബയോളജിക്കൽ രാജ്യത്തിന് ആവശ്യം? ഈ അപകടത്തിന് കാരണമായി CPRO പറഞ്ഞത് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ഒരു യാത്രക്കാരന്റെ കാൽ തെന്നുകയും അയാൾ ആ നടയിലുണ്ടായിരുന്ന ആളുകളുടെ മുകളിലേക്ക് വീഴുകയും ചെയ്തതാണ് എന്നാണ്. എന്താ അല്ലേ, ഒരാൾ കാൽ തെന്നി കുറച്ചു പേരുടെ മുകളിലേക്ക് വീഴുന്നു, അതോടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നു, അതിൽ വളരെയേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇത്രയും ലളിതമായി ഇത്ര വലിയ ഒരു ദുരന്തത്തിന് കാരണം എന്തെന്ന് വ്യക്തമാക്കാൻ
നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ഭരണകർത്താക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഔദ്യോഗിക റിപ്പോർട്ടുകൾ അനുസരിച്ച് 21 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നത് 200-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇവിടെ ദൃക്സാക്ഷിയായ ഒരു യാത്രക്കാരൻ പറയുന്നതും ഇതാണ്. 30-35 പേർ മരിച്ചു എന്നാണ് പറയുന്നത് എങ്കിലും 200-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ സത്യം ഒരിക്കലും പുറത്തു വരികയില്ല. കാരണം സ്വതന്ത്ര മീഡിയകളെ ഭീഷണിപ്പെടുത്തുകയും വിവരങ്ങൾ അറിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ്. ഹോസ്പിറ്റലിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. എന്താണ് നോൺ ബയോളജിക്കൽ രാജ്യത്ത് എല്ലാം മറച്ചു വയ്ക്കുന്നത്? പടുതാ കൊണ്ട് പട്ടിണി മറയ്ക്കുന്നു, ജനങ്ങളെ വിവരങ്ങളൊന്നും അറിയിക്കാതെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനെ ന്യായീകരിക്കാൻ ഇവരുടെ 2 രൂപ കൂലികളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മിസ്റ്റർ സിന്ന എന്ന ഒരു കെട്ട 2 രൂപ സംഖ്യ ന്യായീകരിക്കുന്നത് കണ്ടോ? ഇന്ത്യ വളരെയേറെ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. അതിനാൽ ഒരു ഗവൺമെന്റിനും ഇതുപോലെ ട്രെയിനുകളിലും ബസ്സുകളിലുമുള്ള തിരക്ക് തടയാൻ സാധിക്കില്ല. ആരും നിയമം അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ആരും മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധയുള്ളവരല്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റിനല്ലാതെ പിന്നെ ആർക്കാണ് ബാധ്യത മിസ്റ്റർ സംഘി? ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ രാജ്യത്തെ സെലിബ്രിറ്റികൾക്കും ഒരു പ്രശ്നവുമില്ല. 2013 അലഹബാദിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചപ്പോൾ അമിതാഭ് ബച്ചന് വളരെ വിഷമമുണ്ടായി ട്വീറ്റ് ചെയ്തതാണ് ഇത്. പക്ഷെ നോൺ ബയോളജിക്കൽ മോദിയുടെ കീഴിൽ ജനങ്ങൾ പുഴുക്കളെ പോലെ മരിച്ചു വീഴുമ്പോൾ അയാൾക്ക് യാതൊരു സങ്കടവും തോന്നുന്നില്ല. BJP IT സെല്ലിന്റെ മേധാവി അമിത് മാളവിയ 2010 ചെയ്ത ഒരു ട്വീറ്റാണ് ഇത്. ഡൽഹിയിലുണ്ടായ തിക്കും തിരക്കും കാണിക്കുന്നത് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതിലെ പോരായ്മയും മനുഷ്യജീവന് UPA ഗവൺമെന്റ് ഒരു വിലയും കൽപ്പിക്കാത്തതുമാണ്. ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് ഈ കാരണത്താൽ ഒന്നുമല്ല. ഏതായാലും റീൽ മന്ത്രി ഒരു ഹൈ ലെവൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ പരം എന്താണ് വേണ്ടത്? രാജ്യം ഓരോ ദിവസവും നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോകുന്നത്. ആർക്കും ഒരു ഉത്തരവാദിത്വമോ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യമോ ഇല്ല. ഇവർക്ക് വോട്ട് ചെയ്ത ആളുകൾ മാത്രമല്ല ഇതിന്റെ ദുർഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നോർക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു.